ഹേ ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഗ്ലോ എഫക്ട്, ഈ ഒരു ബോഡി ഗ്ലോ എഫക്ട് ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. സോ ഇതിന്റെ ക്രിയേറ്റർ ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ആഫ്റ്റർ എഫക്ട്സ് യൂസ് ചെയ്തിട്ടാണ്. പക്ഷെ നമ്മൾ ഇതിന് ക്യാപ് കട്ട് യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. സോ നമുക്കിത് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ അതിന് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സോ ഞാനിപ്പോ ഇവിടെ ക്യാപ് കട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ നമ്മൾ ഒരു VPN കൂടെ കണക്ട് ചെയ്യാം. ഞാൻ ഇപ്പൊ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് ക്യാപ് കട്ട് യൂസ് ചെയ്യുമ്പോൾ എന്തായാലും ഒരു VPN കണക്ട് ചെയ്യണം എന്നുള്ളത്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ എഫക്ട്സും കാര്യങ്ങളൊക്കെ ലോഡായി കിട്ടുള്ളൂ. സോ ഞാനിപ്പോ അത് രണ്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, അതായത് VPN കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതേ നമ്മൾ ക്യാപ് കട്ട് ന്യൂ പ്രൊജക്ട് ക്ലിക്ക് ചെയ്യുക, ഒരു വീഡിയോ വന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാൻ വന്നിപ്പം ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഫുട്ടേജ് ആണ് എടുത്തിട്ടുള്ളത്. വേറെ ഫുട്ടേജസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ നോർമൽ ആയിട്ട് ഒരു കുട്ടി നടക്കുന്ന ഒരു ഇമേജ് ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ നമ്മൾ ഇതിൽ എൻഡിലായിട്ട് വരുന്ന ഈ ഒരു ക്യാപ് കട്ടിന്റെ ഡിഫോൾട്ട് സംഭവം വന്ന് ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് ഇതാണ് നമ്മുടെ ക്ലിപ്പ് എന്ന് പറയുന്നത്. ദെൻ ആ ഒരു ക്ലിപ്പ് സെലക്ട് ചെയ്യുക. നമ്മൾ ഈ ഒരു താഴത്തെ ഭാഗം ഇതേപോലെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറെ അധികം ഓപ്ഷൻസ് ഉണ്ട്. ഇതാണ് ഇതിന്റെ ഒരു ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു ബാർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഇതൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ദെൻ നമ്മൾ ഈ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത ആ ഒരു ക്ലിപ്പ് വന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ഓവർലേ എന്നുള്ളത് കൊടുക്കുക. ദെൻ നമ്മളെ മറ്റേ ക്ലിപ്പിന്റെ അടുത്തേക്ക് ഇതേപോലെ കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യുക. ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് നിങ്ങൾ ഫസ്റ്റ് തന്നെ സെറ്റ് ചെയ്യുക. നമ്മൾ ബാക്ക് വരിക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഓവർലേ എടുത്ത ക്ലിപ്പ്, നമ്മളിപ്പോൾ ഓവർലേ എടുത്ത ആ താഴെയുള്ള ആ ഒരു ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ട് താഴത്ത് ഇതേപോലെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് റിമൂവ് BGR ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ട് സോ ഇത് കൊടുത്ത് ഈ ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ റിമൂവ് ആയി പോയിട്ടുണ്ട്. സോ ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ആ ഒരു വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ടുണ്ട്. സോ ഇനി നമ്മൾ അടുത്തൊരു സ്റ്റെപ്പ് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ക്ലിപ്പ് സെലക്ട് ചെയ്യുക, നമ്മൾ താഴെയുള്ള ഒരു ഓവർലേ ലെയർ സെലക്ട് ചെയ്യുക. ഇത് വന്ന് ഇതേപോലെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കുറെ അധികം ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൽ അഡ്ജസ്റ്റ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, ഇവിടെ അഡ്ജസ്റ്റ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. നമ്മൾ ഈ ഏറ്റവും എൻഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഗ്രാഫ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് ഇപ്പൊ കുറെ അധികം കളേഴ്സും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അതായത് റെഡ് ഗ്രീൻ യെല്ലോ എന്നൊക്കെ, സോറി റെഡ് ഗ്രീൻ ബ്ലൂ എന്നൊക്കെ പറഞ്ഞ കളേഴ്സ് ഉണ്ട്. ഇവിടെ വൈറ്റ് വന്ന് നമ്മൾ എന്ത് ചെയ്യുക വെച്ചാല് വൈറ്റിന്റെ ഈ മുകളിലുള്ള ഈ ഒരു കളർ മീൻസ് ഈ ഒരു കർവ് വന്ന് ഇതേപോലെ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ഇമേജ് ഇതേപോലെ വൈറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതേപോലെ കറക്റ്റ് വൈറ്റ് ആയി കിട്ടിയ ശേഷം നമ്മൾ ഇവരെ ടിക്ക് കൊടുക്കുക. നമ്മൾ ഇതേപോലെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ബ്രൈറ്റ്നസ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ട് ബ്രൈറ്റ്നസ് വന്നൊരു 10 to 13, 14, 15 ഏതെങ്കിലും റേഞ്ചിൽ സെറ്റ് ചെയ്യുക. ഓക്കെ, അതായത് നിങ്ങളുടെ ക്ലിപ്പിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ബ്രൈറ്റ്നസ് കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യുക. ദെൻ ടിക്ക് ഓപ്ഷൻ കൊടുക്കുക. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റെപ്പ് പറയുന്നത്. ഇപ്പൊ പ്ലേ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു രീതിക്കായിരിക്കും കറക്റ്റ് കിട്ടിയിട്ടുണ്ടാവും. ഏകദേശം ഒരു ട്രാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, സോ ഇതിന്റെ ക്രിയേറ്റർ ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആഫ്റ്റർ എഫക്ട്സിലാണ്, നമ്മളിപ്പോ ചെയ്യുന്നത് ക്യാപ് കട്ടിലാണ്. സോ അതായത് ആഫ്റ്റർ എഫക്ട്സിലും പ്രീമിയർ പ്രോയിലൊക്കെ ചെയ്യുന്ന എഫക്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ക്യാപ് കട്ടിൽ വളരെ സിമ്പിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ ഇതുവരെ ഒരു ക്യാപ് കട്ട് യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. ആ ഒരു പെർഫെക്ഷൻ ഇല്ലെങ്കിലും നമുക്കത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളത് മീൻസ് നമ്മൾ ബാക്ക് വരിക, ഫുൾ ആയിട്ട് ബാക്ക് വന്ന ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു എഫക്റ്റ് ആണ് കൊണ്ടുവരേണ്ടത്. എഫക്ട്സിൽ വരാം, വീഡിയോ എഫക്ട്സിൽ വരാം. നമുക്കിവിടെ നൈറ്റ് ക്ലബ്ബ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്തിട്ട് നമുക്കിവിടെ ഫ്ലാഷ് വൈബ്രേഷൻ എന്ന് പറഞ്ഞ ഒരു എഫക്ട് ഉണ്ട്. ഓൾറെഡി ഞാൻ ഇതിന്റെ ഗ്ലോ എഫക്ട്സും കാര്യങ്ങളും ഒരു വലിയ ട്യൂട്ടോറിയൽ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്, പല രീതിക്കുള്ള ഗ്ലോ എഫക്ട്സ്. സോ നമ്മൾ ഈ ഒരു എഫക്ട് ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഇതേപോലെ വീഡിയോയുടെ എൻഡ് വരെ സെറ്റ് ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് ഇതേപോലെ ആയിരിക്കും ഉണ്ടാവുക. ഇതിൽ നമ്മൾ ഒബ്ജക്റ്റിൽ വരാം, ഇവിടെ ഓവർലേ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഓവർലേ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് വീഡിയോസിനൊന്നും പറ്റില്ല, ഓരോ ഓവർലേ ആഡ് ചെയ്ത് ആ ഒരു ക്ലിപ്പിന് മാത്രമേ ഈ ഒരു ഗ്ലോ എഫക്ട് കിട്ടും. സോ നമ്മൾ ഇതേപോലെ കൊടുക്കുക. സോ ഇതേപോലെ കൊടുത്ത ശേഷം നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ട് ഇതിന്റെ റേഞ്ച് വന്ന് നമ്മൾ ഒരു 10 താഴെ ഒരു 5, 6 ആ ഒരു റേഞ്ചിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ സ്പീഡ് വന്ന് നമ്മൾ 0 ആക്കി കൊടുക്കുക. അതുപോലെ ഗ്ലോയും വന്ന് നമ്മൾ അത്യാവശ്യം കുറച്ച് കൊടുക്കുക, ഒരു 10 താഴെ മാത്രം എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് കൊടുക്കുക. സോ ഇപ്പൊ നമ്മൾ പ്ലേ ചെയ്യുന്ന സമയത്ത് ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഇത് ഇവിടെ തൊട്ടാണ് എഫക്ട്സ് വരുന്നത്. ഇപ്പൊ നമ്മൾ പ്ലേ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ആയിരിക്കും ഉണ്ടാവുക. എന്ന് പറഞ്ഞാൽ ഒരു പ്യുവർ വൈറ്റ് ആയി. നിങ്ങൾക്ക് വേറെ കളേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക, അതിൽ ഫ്ലാഷ് വൈബ്രേഷനിൽ കളറിൽ വന്നിട്ട് ഈ ഒരു കളർ മാറ്റി കൊടുത്തു കഴിയുമ്പോൾ വേറെയും കുറെ അധികം കളേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് വരും. ഇപ്പൊ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇതായിരിക്കും ഉണ്ടാവുക. പിന്നെ നമുക്ക് ഈ ഒരു ഗ്ലോ എഫക്റ്റും കാര്യങ്ങളും നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളിപ്പോൾ ഇൻസ്റ്റയിൽ കാണുന്ന ആ ഒരു വീഡിയോ ഇത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് ക്യാപ്കട്ടിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇപ്പൊ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് നോക്കുക, വളരെ സിമ്പിൾ ആണ് കണ്ടില്ലേ, ജസ്റ്റ് ഫ്യൂ മിനിറ്റ്സിലാണ് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇത്രയുള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇതേപോലെ എഡിറ്റിംഗ് വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്.